ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും വരി നമ്മളൊന്ന് കൊടൈക്കനാൽ പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ട്രിപ്പ് എടുക്കാനുള്ള ചെമ്മാട്ടുന്നാണ് കേട്ടോ. അപ്പം ഞാൻ വണ്ടി കയറിയിരുന്ന വണ്ടീൻ്റെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആണോ നോക്കാൻ വേണ്ടി എല്ലാം ഇട്ട് ഒക്കെ റെഡിയാണ്. പക്ഷെ ഞാൻ പോകണ വരെ എൻ്റെ ഉമ്മ അവിടെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിലും ഞാൻ വണ്ടി എടുത്തതിൻ്റെ ശേഷം ആളകത്ത് പോകും. അതേപോലെ തന്നെ നമ്മൾ ഓട്ടോ കഴിഞ്ഞ് വരുമ്പോൾ പുലർച്ചയൊക്കെ ആവും. അപ്പോഴും അതേപോലെ തന്നെ പുറത്തങ്ങനെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് പാർട്ടിനെ എടുക്കാൻ പോവുക. പാർട്ടിൻ്റെ അടുത്ത് എത്തി. പക്ഷെ ഞാനാണ് നേരത്തെ എത്തിപ്പോയത്. അങ്ങനെ അവിടുത്തെ പരിപാടിയും കുലുമാലും കഴിഞ്ഞ് പമ്പിൽ എണ്ണയെ അടിച്ച് നമ്മൾ വണ്ടി എടുത്തു. ഞാനത് കപ്പലോടിക്കും. ഇവരാണ് ഈ നഴ്സറി കുട്ടികളെ തുറന്നിട്ട മാതിരി തുള്ളിക്കളി റബ്ബേ. പിന്നെ തുടക്കത്തിൽ വലിയൊരു ആവേശമാണല്ലോ. അങ്ങനെ ചെക്കന്മാരെ നിർത്തൊക്കെ കഴിഞ്ഞാണ് പിന്നെ ഫുട്ബോൾ കളിയാ. എനിക്കാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിച്ചാനല്ല ഈ ഫുട്ബോളിനെ പറ്റി ഒരു ABCD അറിയാം. അതുകൊണ്ട് പിന്നെ നമ്മളും എല്ലാ ടൈമൊക്കെ മെയിൻറ്റെയിൻ ചെയ്തില്ല. നമ്മളതാ കണ്ണെത്താ ദൂരത്തേക്ക് കണ്ണുന്നിട്ട് വണ്ടി എങ്ങനെ ഓടിക്കുന്നു. കുട്ടികളാണെന്ന് ഇതിന്റെ ഉള്ളിൽ തന്നെ നോക്കുക. അങ്ങനെ അതിന്റെ ആവേശം കഴിഞ്ഞു. വെട്ടിട്ട വായ പോലും ഇങ്ങനെ കിടന്നു പഠിച്ചോനെ. ഞാൻ ഉറങ്ങാതെക്കാനോ ഓനെ കൂട്ടി. അപ്പൊ ഓനാണ് ഈ പാർട്ടിക്കാരെ കാട്ടി. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ സൈഡ് ഉണ്ട് അവിടത്തെ പരിപാടി നടക്കണ്ടേ. നമുക്ക് പിന്നെ റോങ് സൈഡ് വിഷയമല്ലല്ലോ. എന്തോ പൂജയും കാര്യങ്ങളാണ്. അവിടുന്ന് വിട്ട് പെർമിറ്റ് സീൽ ചെയ്യാൻ പോയപ്പോ പച്ച ടാക്സ് ഇല്ലാറ്. ഞാൻ ഇന്ത്യയിൽ ഉണ്ട് പറഞ്ഞു. ഞാൻ ഹൈവേ കൂടെ ഇങ്ങനെ പൂശി വിടുമ്പോഴാണ് കിറുക്കന്മാരെ കയ്യാട്ടല്ലേ. നേരെ എത്രമാരെ എനിക്ക് ഉറക്കം വരൂലേ. അങ്ങനെ പയനി എത്തിയപ്പോ ഞാൻ വണ്ടി എടുത്ത് ചാടിച്ച് കഴിഞ്ഞ് പിന്നെ വണ്ടി എടുത്ത് നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോ രാത്രി കുറച്ച് കഴിഞ്ഞപ്പോ രാവിലെ. ഇത്ര നേരത്തെ തന്നെ അവിടെ പോയി നിന്നിട്ട് എന്താ കാര്യം, ബിരിയാണി ഒന്നും കിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ഇന്റെ ക്ഷീണമാറ്റം കുറച്ച് നേരം കിടന്നു. ഓർമ്മയില്ല വരയിലെ വെച്ച് കുറെ നേരം കിടന്നുറങ്ങി. ഞാൻ അവിടുന്ന് മിസൈലിട്ട മാതിരി വന്നത്. അപ്പൊ നോക്കുമ്പോ കുടുകുടാ വെള്ളം വരും. ഞാൻ ചെക്കന്മാരോട് വെള്ളച്ചാട്ടം ആക്കണ കണ്ടോളൂ. ഇടുത്ത എനിക്ക് ചെക്കൻ പറയാം ഞാൻ മൂത്രയിച്ച് അതിനേക്കാൾ സ്പീഡ് വരുമല്ലോ. രാവിലെ തന്നെ മൂട് പോയില്ലേ. പിന്നെ അവിടുന്ന് നേരെ കയറി വന്നത് അതിനേക്കാളും വലിയ സ്ഥലത്ത് മൂഞ്ചിക്കലല്ലോ. വിശന്ന് ഞാൻ വെറുതെ എത്തിയെന്ന് ഉമ്മ പറഞ്ഞിരിക്കണം. ചെക്കന്മാർ ഫുഡ് കഴിക്കണതിന് പിന്നെ ഞാൻ ചാടി കയറി ഫുഡ് കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചെക്കന്മാരെ ലേക്കിൽ ഇറക്കി കൊടുത്തുകൊണ്ട് ഞാൻ സൈഡ്. ഞാനൊന്ന് ഉറങ്ങാൻ വിചാരിച്ചപ്പോ ചെക്കൻ വന്നാണല്ലോ അവന്റെ പെണ്ണിനെ വിളിച്ച് കുറുകി. എല്ലാവർക്കും ഇപ്പൊ ഈ വരുന്നത് നമ്മളെ തയ്ച്ചിട്ട് കോയിക്കളല്ലോ ഒക്കെ. അവന്റെ ചവിട്ടെല്ലാം വിചാരിക്കും BMW ഓടിക്കുന്നത്. ഏതായാലും ഉറക്കം നടന്നില്ല. എന്നാ പിന്നെ അവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങാൻ വിചാരിച്ചു ഇങ്ങനെ നടക്കുക. അപ്പൊ അതൊക്കെ പ്രളയത്തിലൊരു വീട് മുങ്ങിപ്പോണ് ഗൈസ്. ഞാൻ പിന്നെ ഒരു വയസ്സിൽ നീന്താൻ പഠിച്ചോണ്ട് ഞാനായിട്ട് ചാടിയല്ലോ. ഞാൻ ചാടാൻ വന്നപ്പോ ചെക്ക സമ്മതിച്ചില്ലേ. എനിക്കത് ദേഷ്യം പിടിച്ചിട്ടുണ്ടല്ലോ. ഇത് നോക്കാൻ ഇത്രയും മനുഷ്യന്മാരുണ്ടായിട്ട് ആ ഒരാളെ കൊണ്ട് തോയിക്കുന്നു. പാപം കിട്ടൂലേ. പാവല്ലേ കളി. വെറുതെ അല്ലേ വിചാരിച്ചാണ് മാങ്ങ എന്നാ പോയതാ. മാങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ വയറിന് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുന്ന് ഞങ്ങൾ വിജൃംഭിച്ച കാട്ടുകൂടെ ഇങ്ങനെ പോവുക. ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പ്രേതം ഉണ്ടാവില്ലേന്ന്. പേടിയില്ലല്ലോ നമുക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചെക്കന്മാരെ ഇറക്കിയാണ് ഞാൻ ഓൾക്ക് ക്ലാസ് എടുത്ത് എടുക്കാൻ പോയത്. ഞാൻ സ്കൂളിൽ പോയിട്ട് പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഓൾക്ക്. നമുക്ക് പിന്നെ പണ്ട് മുതലേ കുട്ടികളെ മൈൻഡ് ആയതുകൊണ്ട് എല്ലാവരും കൂടെ ചെയ്യും. അങ്ങനെ ഞാനും അൽഫാവും കൂടി ഗുണ കേവ് പോകുന്നുണ്ട്. ഗുണ കേവിൽ ഓന്റെ ഫോട്ടോ വെച്ചിരിക്കണേ. എപ്പോഴും പേര് എന്റെ ഫോട്ടോ ഒന്നും വെക്കാൻ തോന്നിയില്ലല്ലോ ഓൾക്ക്. ഗുണ കേവ് കാണാൻ വന്ന മനുഷ്യന്മാർ ജയിലിന്റെ ഉള്ളിട്ട് അയ്യ ഉണ്ടെന്ന് അവളുടെ ഇപ്പൊ. ഞാൻ എന്താ ഈ അന്തം വിട്ട് നോക്കുന്നത് മനസ്സിലായി എനിക്ക്. പിന്നെ കാണിച്ചേ ഒരു കുന്തറിയാത്ത ആൾക്കാരാണ് ചരിത്രം പറയാൻ നിൽക്കുക. ആൾക്കാർ ഫിലിമിലൊക്കെ അഭിനയിച്ചിരുന്ന പണ്ടത്തെ എന്തൊക്കെ ആൾക്കാരാണ്. ഒരന്തം കുന്തരച്ചറിയില്ല. എന്നാലും വലിയ മമ്മൂട്ടിയാവും ചെയ്യും. നമ്മളെ തല ഒന്ന് തിരിഞ്ഞപ്പോ ഒരുത്തണ്ട് അതിൻ്റെ ഉള്ളിൽ സുജൂത് പറഞ്ഞ ആവടത്തില്ല. അപ്പൊ അതിന് അടുത്തതും അതേപോലെ. ഇത് വലിക്ക് രണ്ടാൾക്കും ഒപ്പരം കിട്ടിയ അസുഖം തോന്നുന്നുണ്ട്. എന്താ ഈ വരുന്ന റബ്ബെ ചിമ്പാൻസിയോ. ഒരു രണ്ടാളും സുജൂത് പോയിട്ടുള്ളൂ. ഇവനാക്കണ അതിന് ഉമ്മക്കാൻ പോകുന്നു. എന്തൊക്കെ മനുഷ്യന്മാരാ. ഒച്ചപ്പാടായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയ പസർപ്പും വീരാനും കൂടെയാണ് പെരും കച്ചാറ. സുന്ദരനാ ഓനൊരു വല്ലാത്ത സംഭവമാ. ഞാനില്ലേ അത് ഞാനല്ല. ആർക്കേലും നല്ല പോത്തിന്റെ ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ പറയട്ടാ. നമ്മള് കൊടൈക്കനാലിന് പ്രത്യേക തരം പോത്തിനെ ഇറക്കുന്നുണ്ട്. നല്ല മസിലുള്ളതാണ്. ജിമ്മിനൊക്കെ പോകും. ഡെയിലി 2 നേരം ജിമ്മ് പ്രോട്ടീനൊക്കെ അടിക്കുന്ന സാധനം. കണ്ണ് ജിമ്മ് ഇതുവരെയുള്ള നമ്മളെ ട്രിപ്പ് എങ്ങനെയുണ്ട്? ഉറപ്പല്ലേ? തെറ്റില്ല. അപ്പൊ ഏറെക്കുറെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.